അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ജാഹിലീങ്ങൾക്ക് ഇനി എന്നാ വിവരം വെക്കുക? ഇവിടെ റിഫായി ഷേഖ് ഹാലിറു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഹാലിർ വിളിക്കുന്ന ഒരു ചൊറുക്കിൽ വിളിക്കുക അല്ലേ? ഒരാളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മര്യാദക്കും ചൊറുക്കിലൊക്കെ വിളിക്കണ്ടേ? ഇവർക്ക് ഞാൻ ഹാലിർ വിളിക്കുന്ന രൂപമൊക്കെ പണ്ട് പറഞ്ഞു കൊടുത്തിരുന്നതാണ്. ഇവിടെ ആദ്യം പറയുന്നത് ഹസൻ സക്കാഫി ഹാലിറു എന്ന് പറയുന്നുണ്ട്, പിന്നെ ഷേഖന്മാരൊക്കെ ഹാലിറു എന്ന് പറയുന്നുണ്ട്. ഈ മജ്ലിസിൽ ഹാലിറു എന്ന് പറഞ്ഞുകൊണ്ട് റിഫായി ഷേഖ് ഹാലിറു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ എന്തിനാ ചങ്ങായിമാരെ ഇവരൊക്കെ മരിച്ചപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് മറവ് ചെയ്തത് അല്ലേ? മറവ് ചെയ്യാതെ എവിടെയെങ്കിലും എടുത്ത് ചൂടാറുന്നില്ലേ? എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കണ്ടല്ലോ, ഹാലിറു എന്ന് വിളിക്കണ്ടല്ലോ. അവിടെ പോയിട്ട് ഈ മരിച്ചു കിടക്കണ മയ്യത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പോയിട്ട് കടന്നുകൂടാറുന്നില്ലേ, അല്ലെങ്കിൽ ഇരുന്നുകൂടാറുന്നില്ലേ അല്ലേ? ഈ ഹാലിർ വിളി പലതരത്തിൽ പല കോണുകളിൽ നിന്ന് ഇത് ഈ അടുത്ത കാലത്ത്, പണ്ടൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് നിലയിറക്കുക എന്നുള്ള ആ ഒരു ഇതായിരുന്നു. പിന്നീട് ഹാലിർ വിളി എന്ന ആ ഒരു പേരിലൂടെ മരിച്ച മയ്യത്തുകളെയും ജിന്നുകളെയും ഒക്കെ ഹാലിർ വിളിക്കുന്ന അല്ലേ? ഹാലിറു യാ ഹാലിറു ഇമ്മജ്ലിസിൽ ഹാലിറു ഹാലിറു യാ ഹാലിറു മുത്ത് നബിയും ഹാലിറു ഹാലിറു യാ ഹാലിറു മുഹിയുദ്ദീൻ ഷെയ്ഖ് ഹാലിറു. ഇങ്ങനെ ഹാലിർ വിളി കുറച്ച് കാലമായിട്ട് ഇവർ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരാൾ അവിടെ വരില്ല. പിന്നെ ആരാണ് അവിടെ വരുന്നത്? ജിന്ന് ഷെയ്ത്താനാണ് അവിടെ വരുന്നത്. അവിടെ ഇളകി പറയുന്ന ആ രൂപത്തിലേക്കൊക്കെ ആളുകളെ കൊണ്ടെത്തിക്കുന്നത് ജിന്ന് പോലെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട്, ഇവരെ ഹാലിർ വിളിച്ചുകൊണ്ട്, ഇതുപോലെയുള്ള നിലയിറക്കിക്കൊണ്ട് അവിടെ അവർ ചെയ്യാൻ പോകുന്ന ഇബാദത്ത് എന്താണ്? അള്ളയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു കൊടുക്കാത്ത ചില കാര്യങ്ങളാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ വഹാബികൾ എത്ര കഷ്ണമായി, എത്ര പീസായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. എത്ര പീസോ ആവട്ടെ, ഇതുപോലെയുള്ള പിഴച്ച കാര്യങ്ങളൊന്നും അവരിൽ കണ്ടിട്ടില്ല. പിന്നെ വഹാബികളുടെ പീസിൻ്റെ കണക്കൊന്നും എന്നോട് പറയരുത്, ചോദിക്കരുത്. അവരുടെ തൗഹീദാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏത് പീസിൽപ്പെട്ടാണെന്നൊന്നും അറിയില്ലോ. അപ്പോൾ ഞാനൊരു പീസിലുള്ളതല്ല, ഞാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്, അൽഹംദുലില്ലാ. അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവരെത്ര പീസാണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വാപ്പക്കാരണവന്മാർ പഠിപ്പിച്ചാണല്ലോ, നിങ്ങളെ കാരണവന്മാർ പഠിപ്പിച്ച ഈ കാര്യം, ഇതിന് ദീനിൽ എന്ത് തെളിവാണുള്ളത് ചോദിച്ചാൽ അവർ ഒഴിഞ്ഞു മാറേ ചെയ്യുള്ളൂ. ഇനി അത് മാത്രമല്ല, ഈ വഹാബികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെ ആക്ഷേപിക്കാൻ അതിന് എന്നെ കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. ഇവിടെ AP അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ EK അബൂബക്കർ മുസ്ലിയാരും അവർ നേതൃത്വത്തിലിരിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആ വാക്കുകൾ, അതൊക്കെ മറന്നുകൊണ്ടാണോ നിങ്ങൾ വഹാബികളുടെ എണ്ണ എടുക്കാൻ നടക്കുന്നത്? നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ചില സംഘടനാപരമായുള്ള തർക്കങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ആശയപരമായി ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണല്ലോ സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് ഇവിടെ ശബ്ദിച്ചപ്പോൾ ഇവിടെയുള്ള ഷാഫി, ഹനഫി, AP, EK എന്നുള്ള വ്യത്യാസമില്ലാതെ സർവ്വതും ഒരുമിച്ച് കൂടിയത്, അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയതാണ് ഇത് അവരെ കൊണ്ട്. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഐക്യത്തിലാണ്, നമ്മൾ ഒരേ ആദർശത്തിലുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ കാണിച്ചു ഹാലിറു എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക രോഗത്തിൻ്റെ ശ്രേണിയിൽപ്പെട്ട ആളുകൾ നടത്തിയിരുന്ന കാര്യങ്ങൾ കണ്ടു. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെ ഒരേ ആദർശവും ഒരേ ആശയമാണല്ലോ, നിങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത്. അല്ല എന്നുള്ളത് ഇവിടെ അടുത്ത വീഡിയോയിലൂടെ തെളിയിക്കാൻ പറ്റും. ഈ ഒരേ ആദർശത്തിലും ആശയത്തിലും നിൽക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ ആശയമാണോ ഈ ഹാലിർ വിളിച്ചിട്ട് മരിച്ച മയ്യത്തുകളെ ഹാലിറാക്കൽ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മരിച്ച മയ്യത്തുകളെയൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരു കസാലയിൽ ഇരുത്തിയിട്ട് അങ്ങനെ അവിടെ പോയിരുന്നാൽ പോരെ? ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വരുത്തണോ? പിന്നെ മരിച്ചു പോണത് എന്തിനാണ്? നിങ്ങൾ തോന്നുമ്പോൾ ഇങ്ങനെ വിളിച്ചാൽ വരാനാണോ ഓല് മരിച്ചു പോയിക്കണത്? എന്താ വിരുന്ന് വയ്ക്കുക കബർക്ക്? എന്ത് പൊട്ടപ്പോയത്തൊക്കെ ഇതാ കേട്ടോളിയും. ഒരേ ആദർശമാണ്. ഈ ഹമീദ് ഫൈസി അമ്പലക്കട പറയുന്നത് നിങ്ങൾ കേട്ടോ കാണി. ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഒരു ലോഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയാണ്, ഞങ്ങൾ തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല, ഞങ്ങൾ ഒരേ ആശയത്തിലുള്ള ആളുകളാണ്, ഞങ്ങൾ ഒരേ ആദർശത്തിലുള്ള ആളുകളാണ്, പിന്നെ എന്തിനെ ചെങ്ങായിമാരെ നിങ്ങളൊക്കെ പാടെ ഈ മനുഷ്യൻ എങ്ങനെ പറയുന്നത്? മൂപ്പര് മാത്രമേ ഉള്ളൂ, അവരാളുകൾ നിങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു വന്നത്, ഇവിടെ ഇതുപോലെയുള്ള ആശയങ്ങളും ഇതുപോലെയുള്ള പിഴച്ച കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ അതിനെ നോക്കാനും അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും ഒരു ആർജവം കാണിക്കാത്ത, അതിൻ്റെ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധം തിരിച്ചറിവും ഒന്നുമില്ലാത്ത ആളുകൾ എന്നിട്ട് ഇവർ തമ്മിൽ തല്ലിയിട്ട് പറയുകയാണ് മറ്റുള്ള ആളുകളെ, മറ്റുള്ള തൗഹീദി വാഹകരായിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ അവനാൻ്റെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടാണല്ലോ മറ്റുള്ളവരെ ശരിയാക്കാൻ ഇറങ്ങണ്ടേ എന്നുള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ ഹാലറുവിളിയായിട്ട് നടക്കുന്ന ശൈത്താന്മാരെ വിളിച്ച് കയറ്റുന്ന ആളുകളെ, മരിച്ച ആളുകളെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇനി ആരെങ്കിലും മരിച്ചാൽ അത് മറവിയണ്ട, നിങ്ങൾ അങ്ങനെ എടുത്തു വെച്ചോളിയും. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാ കയറി വാന്ന് പറഞ്ഞല്ലേ ഹാലിറു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അത് ഇനിയിപ്പോൾ നിങ്ങൾ ബെഡ്റൂമിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു മുറി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തോളി. എന്നിട്ട് അവരെ നിങ്ങൾക്ക് വേണം തോന്നുന്ന സമയത്ത്, കാണാൻ തോന്നുന്ന സമയത്ത് അവിടേക്കാട് കയറി ചെന്നാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ അത് കേടുന്നു പോലെ ചീഞ്ഞു പോലെ വരല്ലേ പറഞ്ഞത് വലിയ ഔലിയാക്കളാണെന്നുള്ളത്. ഔലിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല, കേടുന്നു പോകില്ല. അങ്ങനെ ഡിച്ചാവുന്ന പരീക്ഷ നോക്കണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ആ തെറ്റിൽ നിന്ന് സ്വയം പിന്മാറുകയും ഏതാണോ ശരി ആ ശരിയുടെ ഭാഗത്തേക്ക് മാറുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക, ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിണറായി വിജയൻ ഇമാമും കാന്തപുരം ഓവും. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്. മൗലാനാ മൗലൽ ആലം സുൽത്താനുൽ ഉലമാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ഷൈത്താനുൽ ഉലമാ എന്ന് പറഞ്ഞടാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ഷൈത്താനുൽ ഉലമാ എന്ന് പറഞ്ഞടാ. ശുംഭന്മാർ, എംഭോക്കികൾ, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? പണ്ഡിതന്മാരെയും മുതഅല്ലിമീങ്ങളെയും മുഴുവനും ഒരു ദജ്ജാൽ പിടിച്ചു വേകിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത്. ദജ്ജാലിപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ നിലയിലാണ് കേൾക്കുന്നത്. അയാൾക്കാണ് അനുയായികൾക്ക് ഉളുപ്പ് എണ്ണ 3 അക്ഷരം ഉണ്ടെങ്കിൽ അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ, അയാളെ പുല്ലുവിലക്ക് പുറത്തു നിർത്തിക്കോളൂ. നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട്, മഹാനായ സമത്വ സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞു കുറിച്ച് പുറത്തെറിഞ്ഞോളൂ. അവർക്ക് വഖഫ് ബോർഡ് പോയിട്ട് ഒരു മഹലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട. ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാന്തപുരത്തെ ദീനിന്റെ തുളക്കുട്ടികൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാന്തപുരം
കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാരും മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക. ഇല്ല ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. മറ്റേ ചങ്ങാതിനെ വേണ്ട കേട്ടോ, ഉള്ളാൾത്തണം അതിനെ വേണ്ട, അതിനെ വേണ്ട. ശംസുൽമയെ തള്ളിപ്പറഞ്ഞ ആളാണ്, അയാളെ വേണ്ട. സ്ഥാനാർത്ഥിനെ 2 സ്റ്റേജിൽ എടുത്തിട്ട് പറയാ, ഞങ്ങളിത് പറയാതെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് തിരിയും. തിരിഞ്ഞ് കുട്ടികൾക്ക് തിരിഞ്ഞ്, നിന്റെ കഥയും കഴിഞ്ഞ്. യഥാർത്ഥത്തിൽ കണ്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചുരുങ്ങിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാൻ പ്രചരണം നടത്തി കോടിക്കണക്കിന് ഉറുപ്പിക സ്വീകരിച്ചു. വിവിധ കേരള മുസ്ലിങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെയൊക്കെ പള്ളി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. സമത്വ കേരള ജമിയത്തിൽ 90 വർഷം പിന്നിട്ടു. 100ാം വാർഷികം സമത്വ ആഘോഷിക്കുമ്പോ ആ 100ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ ഉമ്മാന്റെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. ഇനി വെല്ലുവിളിക്കാൻ തയ്യാറാണ്. കാന്തപുരം അടക്കം വന്നോളി, നിങ്ങൾ അടപ്പ് ഞാൻ ഊരിത്തരാം, അടപ്പ് ഞാൻ ഊരി. പക്ഷാൽ 8 മുമ്പും ഇപ്പൊ ഉള്ളത് കാരന്തൂർ മർക്കസിലാണ്. കാരന്തൂർ മർക്കസ്